തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ നേമം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയൊരു ഭീതിയുടെ നിഴലിലായിരുന്നു. മതിലുകളിലും ഗേറ്റുകളിലും തൂണുകളിലും പ്രത്യക്ഷപ്പെട്ട ചില രഹസ്യ അടയാളങ്ങൾ ഒരു നാടിനെ ആകെ ഉറക്കമില്ലാ രാത്രികളിലേക്ക് തള്ളിവിട്ടു. മുൻകാലങ്ങളിലെ മോഷണ പരമ്പരകളും കുപ്രസിദ്ധമായ കുറുവ സംഘത്തെക്കുറിച്ചുള്ള കഥകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചുവന്ന അടയാളങ്ങൾ നാട്ടുകാർക്കിടയിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒടുവിൽ പോലീസിന്റെ ഇടപെടലിലൂടെ പുറത്തു വന്ന സത്യം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്ന ട്വിസ്റ്റുകളാൽ നിറഞ്ഞതായിരുന്നു. നേമം കോർപ്പറേഷൻ സോണൽ ഓഫീസ്, JP ലൈൻ തുടങ്ങിയ ഇടറോഡുകളിലെ വീടുകളിലാണ് ആദ്യമായി ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റ് നോക്കിയ വീട്ടുകാർ തങ്ങളുടെ വീടിന്റെ മുൻപിലെ തൂണുകളിൽ ചുവന്ന സ്പ്രേ പെയിന്റ് കൊണ്ട് അടയാളം ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒന്നോ രണ്ടോ വീടുകളിലല്ല, മറിച്ച് ഒരു പ്രദേശം മുഴുവൻ സമാനമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെ മോഷണ സംഘങ്ങൾ വീടുകൾ ലക്ഷ്യം വെക്കുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മുൻപ് കേരളത്തിൽ പലയിടത്തും വീടുകൾക്ക് മുൻപിൽ കറുത്ത സ്റ്റിക്കറുകളും വിചിത്രമായ അടയാളങ്ങളും പതിപ്പിച്ച് മോഷണം നടത്തുന്ന രീതി നിലനിന്നിരുന്നു. കഴിഞ്ഞ 4 വർഷം മുൻപ് ഇതേ സമാനമായ സംഭവം ഉണ്ടായതും തുടർന്ന് ചില കവർച്ചകൾ നടന്നതും നാട്ടുകാരുടെ ഭീതി ഇരട്ടിയാക്കിയിരുന്നു. CCTV ദൃശ്യങ്ങളും മുഖംമൂടിധാരികളും വർദ്ധിച്ചതോടെ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഒത്തുകൂടുകയും വീടുകളിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അർദ്ധരാത്രിക്ക് ശേഷം പരിസരം നിശബ്ദമായിരിക്കുമ്പോൾ മുഖംമൂടി ധരിച്ച ചിലർ രഹസ്യമായി എത്തിയാണ് ഈ ചുവന്ന അടയാളങ്ങൾ പതിപ്പിക്കുന്നത്. മുഖം പൂർണ്ണമായും മറച്ച നിലയിൽ കണ്ട ഈ വ്യക്തികൾ ആരെന്നോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല. ആയുധങ്ങൾ കൈവശമുണ്ടോ എന്ന സംശയവും നാട്ടുകാർക്കിടയിൽ ബലപ്പെട്ടിരുന്നു. ഉടൻ തന്നെ CCTV ദൃശ്യങ്ങൾ സഹിതം അസോസിയേഷൻ ഭാരവാഹികൾ നേമം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മോഷണ സംഘം നഗരത്തിൽ തമ്പടിച്ച രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണവും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളുടെ ഫലമായി പരാതി ലഭിച്ചതോടെ നേമം പോലീസ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുകയും സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയ വഴി ഈ വാർത്ത അതിവേഗം പ്രചരിച്ചു. നേമത്ത് മോഷണ സംഘം ഇറങ്ങി വീടുകൾക്ക് മുന്നിൽ ചുവന്ന അടയാളം ശ്രദ്ധിക്കുക എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണോ ഇതെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ഇതിനിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. രാത്രികാലങ്ങളിൽ കാവലിരിക്കാൻ നാട്ടുകാർ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞു. നാടകീയമായ ആ വെളിപ്പെടുത്തൽ പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായ 2 യുവാക്കൾ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത്. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കണ്ട മുഖംമൂടിധാരികൾ തങ്ങളാണെന്നും തങ്ങൾ കള്ളന്മാരല്ലെന്നുമുള്ള അവരുടെ കുറ്റസമ്മതം കേട്ട് പോലീസ് ആദ്യം ഒന്ന് അമ്പരന്നു. സ്വകാര്യ ഫൈബർ നെറ്റ്വർക്ക് കമ്പനിയിലെ ജീവനക്കാരായിരുന്നു അവർ. ആ ചുവന്ന അടയാളങ്ങൾക്ക് പിന്നിലെ ലളിതമായ കാരണങ്ങൾ അവർ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ അപേക്ഷിച്ച വീടുകൾ ഏതൊക്കെയാണെന്ന് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് തൂണുകളിൽ അടയാളമിട്ടത്. പകൽ സമയത്തെ തിരക്കും ചൂടും ഒഴിവാക്കാനും കേബിൾ വലിക്കുന്ന ജോലികൾ എളുപ്പമാക്കാനും വേണ്ടിയാണ് അവർ രാത്രി സമയം തിരഞ്ഞെടുത്തത്. അവർ ഉപയോഗിച്ചത് സ്പ്രേ പെയിന്റ് ആയിരുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ പെയിന്റ് ശ്വസിക്കാതിരിക്കാനും മുഖത്ത് പറ്റാതിരിക്കാനും വേണ്ടിയാണ് മൂക്കും വായുമടക്കം മറയ്ക്കുന്ന തരത്തിലുള്ള മാസ്കുകൾ ധരിച്ചത്. CCTVയിൽ ഇത് ഭീകരമായ മുഖംമൂടിയായി തോന്നുകയായിരുന്നു. ഭീതി വിട്ടൊഴിഞ്ഞ നേമം യുവാക്കളുടെ വിശദീകരണം കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിരി അടക്കാനായില്ലെങ്കിലും നാട്ടുകാരെ ഇത്രയധികം ഭയപ്പെടുത്തിയതിന് അവർക്ക് കർശനമായ താക്കീത് നൽകി. ഏതെങ്കിലും തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തുമ്പോൾ വീട്ടുടമസ്ഥരെയോ റെസിഡൻസ് അസോസിയേഷനെയോ മുൻകൂട്ടി അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഉടൻ തന്നെ പോലീസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ ദിവസങ്ങളായി നീണ്ടുനിന്ന ആശങ്കയ്ക്കും ഭീതിക്കും വിരാമമായി. നേമത്തെ ജനങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഈ സംഭവം ചിരിക്ക് വക നൽകുന്നുണ്ടെങ്കിലും ഗൗരവമായ ചില പാഠങ്ങൾ ഇതിലുണ്ട്. സ്വകാര്യ കമ്പനികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ പൊതുജനങ്ങളെ വിവരം അറിയിക്കാത്തത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകും. നാട്ടുകാർ CCTV പരിശോധിച്ചതും പോലീസിൽ വിവരം അറിയിച്ചതും മാതൃകാപരമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥ മോഷണങ്ങൾ തടയാൻ സഹായിക്കും. കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ വഴി അനാവശ്യ ഭീതി പടർത്താതിരിക്കാനും ശ്രദ്ധിക്കുക. നേമത്തെ ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തമാശയായി മാറിയിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകൾ അനുഭവിച്ച മാനസിക പ്രഭാവവും ചെറുതല്ല. എന്തായാലും മുഖം മൂടി കള്ളന്മാർ ഇന്റർനെറ്റ് തൊഴിലാളികളാണെന്ന് അറിഞ്ഞതോടെ നേമം ഇപ്പോൾ ശാന്തമാണ്.